മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെയ്യുന്നുണ്ട്. സുധീഷ്, മുഖ്യമന്ത്രിയും മകളെയും ഒക്കെ ഈ കരിമണൽ കൈക്കൂലി വിവാദം, മാസപ്പടി വിവാദം അങ്ങനെ വിടാതെ പിന്തുടരുകയാണ്. കേരളത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ അത് ഇഴഞ്ഞു നീങ്ങുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് മുഖ്യമന്ത്രിയും മകളെയും ഒക്കെ എത്തിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സുധീഷ്? ഉമേഷ്, അങ്ങനെ തന്നെയാണ്. ഇത് കുരുക്ക് മുറുകുകയാണ്. ഇത് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവിലൂടെ പറയുന്നത് വീണ ജോർജിൻ്റെ കമ്പനിയായ എക്സാലോജിക്, അതോടൊപ്പം തന്നെ CMRL, അതിനു പുറമെ KSIDCA തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെ എല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡും അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് 3 അംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ 3 അംഗ സമിതി 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് അന്വേഷിച്ച് കണ്ടെത്തി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ CMRLുമായി ബന്ധപ്പെട്ട് അവർ 1,72 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ജോർജിൻ്റെ കമ്പനിക്ക് നൽകിയിരുന്നത്. ഇത് അവർക്ക് നൽകിയ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ പോലും അതിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ ആദ്യഘട്ടങ്ങളിൽ നടന്ന അന്വേഷണത്തിൽ ഒന്നും തന്നെ അവർക്ക് സാധിച്ചിരുന്നില്ല. അതേസമയം KSIDCA ആവട്ടെ ഒരു തരത്തിലും ഈ അന്വേഷണങ്ങളോട്, പ്രത്യേകിച്ചും രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ഒരു തരത്തിലും സഹകരിക്കുന്ന സമീപനവും ഉണ്ടായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം അടിയന്തരമായി തന്നെ ആരംഭിക്കും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഇതിന് പല രീതിയിലുള്ള വിശദീകരണങ്ങൾ, ന്യായീകരണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും അതൊന്നും പൊതുസമൂഹത്തിന് പോലും, ഒരു സാധാരണക്കാരന് പോലും വിശ്വസിക്കാവുന്ന തരത്തിലായിരുന്നില്ല. നമുക്കറിയാം, ഈ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തു നിന്ന് അടക്കം കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി CMRL വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെ ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങിയിട്ടിരുന്നു. അതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ മാസപ്പടി വിവാദം വന്നപ്പോൾ CPM കേന്ദ്രങ്ങളൊക്കെ ഇറക്കിയ ക്യാപ്സൂളുകൾ ഈ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് അത് CMRL എന്തൊക്കെയോ സേവനങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ട്. IT ആണ്, അത് വലിയ സേവനങ്ങളൊക്കെ ചെയ്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സേവനം ചെയ്തു നൽകാമെന്ന വാഗ്ദാനത്തിലാണ് ഈ പണമൊക്കെ വാങ്ങിയത്. അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല എന്നൊക്കെയാണ് ക്യാപ്സൂളുകൾ. ആ ക്യാപ്സൂളുകളൊന്നും ഇനി വിലപ്പോകില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ കേന്ദ്ര ഏജൻസികളൊക്കെ ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക. അപ്പോൾ CPMന്റെ ക്യാപ്സൂളുകളൊന്നും വിലപ്പോകില്ല ഇനി, അല്ലെങ്കിൽ പുതിയ ക്യാപ്സൂളുകൾ AKG സെന്ററിൽ നിന്ന് നിർമ്മിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഉമേഷ്, ഇതിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പരിശോധനയിൽ കൃത്യമായും ക്രമക്കേടുകൾ കണ്ടെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം കൃത്യമായി നീങ്ങാൻ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്, 3 പേരെയാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥരാണ് ഇതിലേക്ക് എത്തുന്നത്. അവർ കൃത്യമായി തന്നെ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ ഇതിൽ മറ്റ് രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൽ CMRLും ഉൾപ്പെടുന്നു, KSIDCയും ഉൾപ്പെടുന്നു. ഈ 3 സ്ഥാപനങ്ങളിലെയും സാമ്പത്തിക ഇടപാടുകളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായും ചെന്നെത്തുക വലിയ രീതിയിലുള്ള വീഴ്ച, ഇല്ലെങ്കിൽ മാസപ്പടി എന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ സാമ്പത്തിക ഇടപാട് എന്നതിലേക്ക് പോലും എത്തിച്ചേരും എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി തന്നെ ഈ അന്വേഷണ ഉത്തരവിനെ പോലും നമുക്ക് കാണാൻ സാധിക്കും. ബോധപൂർവം ഈ കരിമണൽ കമ്പനിക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള മാസപ്പടി ലഭിക്കുന്നത്. അതിൽ നമുക്ക് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം, തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കരിമണൽ ഖനനം അത് അവിടുത്തെ ജനങ്ങൾക്ക് ഭീതിയാണ്, അത് നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് വെല്ലുവിളി വന്നാലും അതുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. അത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇതിൻ്റെ കരിമണൽ കൊണ്ടുള്ള പ്രാഥമിക കൃത്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഈ CMRL പോലുള്ള കമ്പനികളിലേക്കാണ് ഈ കരിമണൽ വരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ അവിടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴം കൂട്ടുക, വീതി കൂട്ടുക
എന്നീ പേരുകൾ പറഞ്ഞുള്ള വർഷങ്ങളായി നീളുന്ന ഈ കരിമണൽ ഖനനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തീരെ ശോഷണവും അതായത് സുധീഷ്, CMRL മാസപ്പടി മാത്രമല്ല വീണ ജോർജിന്റെ കമ്പനി നടത്തുന്ന മറ്റു പല ഇടപാടുകളും ദുരൂഹമാണ് എന്നതുകൂടി കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ്. നിരവധി ഇടപാടുകൾ സംബന്ധിച്ച് സംശയമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം, വിശദമായ അന്വേഷണം നടത്തി 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് തന്നെയാണ്. മറ്റേ ഇടപെടൽ നടത്താൻ ഇല്ലെങ്കിൽ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നതിനും പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു ബോധ്യം ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഉമേഷ്, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.